ശാന്തമായ ഒരു ഗ്രാമത്തിൽ പുൽമേടുകൾ നിറഞ്ഞ ഒരു കുന്നിൻ ചെരുവിൽ തന്റെ ആടുകളെ മേയിച്ചു ജീവിച്ചിരുന്ന ഒരു ആട്ടിടയനുണ്ടായിരുന്നു. അവൻ സ്നേഹവും ദയവും ഉള്ളവനായിരുന്നു. പക്ഷേ ദിവസങ്ങൾ നീളുമ്പോൾ അവന് പലപ്പോഴും ഏകാന്തതയും വിരസതയും തോന്നിയിരുന്നു. ചൂടുള്ളൊരു ദിവസം ഉച്ചയ്ക്ക് ഒരു രസത്തിനു വേണ്ടി അവനൊരു തമാശ ഒപ്പിക്കാൻ തീരുമാനിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, "ചെന്നായ, ഒരു ചെന്നായ എന്റെ ആടുകളെ ആക്രമിക്കുന്നേ!" അവന്റെ കരച്ചിൽ കേട്ട് നാട്ടുകാർ തങ്ങളുടെ ജോലികൾ ഉപേക്ഷിച്ച് സഹായിക്കാനായി കുന്നിൻ മുകളിലേക്ക് ഓടിവന്നു. എന്നാൽ അവരവിടെ എത്തിയപ്പോൾ അവിടെ ചെന്നായ ഉണ്ടായിരുന്നില്ല. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിടയൻ മാത്രം. അതൊരു തമാശയായിരുന്നു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാട്ടുകാർക്ക് ദേഷ്യം വന്നു. അവർ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വിരസത തോന്നിയപ്പോൾ അവൻ ഒന്നുകൂടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, "ചെന്നായ, സഹായിക്കണേ, ഇവിടെ ഒരു ചെന്നായ വന്നിരിക്കുന്നു." വീണ്ടും നാട്ടുകാർ ഓടിവന്നു. എന്നാൽ അപ്പോഴും അവിടെ ചെന്നായ ഉണ്ടായിരുന്നില്ല. ഇത്തവണ നാട്ടുകാർക്ക് വല്ലാതെ ദേഷ്യം വന്നു. "നീ ഞങ്ങളെ 2 തവണ പറ്റിച്ചു. ഇനി അടുത്ത തവണ ഞങ്ങൾ വരുമെന്ന് കരുതേണ്ട" എന്നവർ അവന് മുന്നറിയിപ്പ് നൽകി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം കുന്നുകൾക്ക് പിന്നിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ കാട്ടിൽ നിന്നൊരു ചെന്നായ ശരിക്കും വന്നു. ആട്ടിടയൻ ഭയന്നു വിറച്ച് ഉറക്കെ നിലവിളിച്ചു, "ചെന്നായ, ചെന്നായ, ഇത്തവണ ശരിക്കുമുള്ളതാണ്, എന്നെ സഹായിക്കൂ." എന്നാൽ നാട്ടുകൾ വന്നില്ല. അവൻ വീണ്ടും കള്ളം പറയുകയാണെന്ന് അവർ കരുതി. ചെന്നായുടെ മുന്നിൽ ആട്ടിടയൻ ഒറ്റയ്ക്കായി. അവന്റെ ആടുകൾ 4 പാടും ചിതറിയോടി. അന്ന് ആട്ടിടയൻ ഒരിക്കലും മറക്കാത്തൊരു വലിയ പാഠം പഠിച്ചു. ഗുണപാഠം: നിങ്ങൾ കള്ളം പറയുന്നത് പതിവാക്കിയാൽ പിന്നീട് നിങ്ങൾ സത്യം പറയുമ്പോൾ പോലും ആരും നിങ്ങളെ വിശ്വസിക്കില്ല.